ഹലോ കാനഡ ട്രിപ്പ് തുടരുന്നു. ഇപ്പോൾ ഉള്ളത് പിന്നെ കാനഡയുടെ വേറൊരു ഭാഗത്ത് തന്നെയാണ്, ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലം. പിന്നെ ചെറിയൊരു മൗണ്ടെയിനാണ് കേട്ടോ. നല്ല രസമാണ് ഈ കാണുന്നത്. കണ്ടോ, അടിപൊളിയാ. ആണ് കാനഡ. അതാണ് ഒണ്ടാറിയോ ലേക്ക്. ഇത് ലേക്കാണ്. ഇപ്പം കണ്ടാൽ കടൽ പോലെ ഭയങ്കര വലിയൊരു ലേക്കാണ് അത് കേട്ടോ. ഇത് കണ്ടാൽ വിചാരിക്കും കടൽ എന്ന് വിചാരിക്കും. ഭയങ്കര വലുപ്പമാണ്. ആ ലേക്കിന് അപ്പുറമുള്ളതാണ് ടൊറോണോ സിറ്റി. ടൊറോണ്ടോയിലെ വലിയൊരു ഇതാണ്, സിറ്റിയാണിത്. അതിന് ടൊറോണോ സിറ്റി എന്ന് പറയാം. ടൊറോണോ എന്നാണ് പറയാൻ. നമ്മൾ ലണ്ടൻ പോലുള്ള ഉണ്ടോ കുറേ ബിൽഡിങ്ങൊക്കെ ഉണ്ടോ അവിടെ. അപ്പോൾ അവിടെ പോകുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ കുറച്ച് അങ്ങോട്ട് നോക്കിയാൽ നയാഗ്ര ഫോൾ കാണാം. വളരെ ദൂരമാണ്. പക്ഷേ ഇവിടെ ഈ മൗണ്ടൻ ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ മരം ഉണ്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. വേണ്ട, കുറേ വീടുകളുണ്ടോ. താഴത്തുള്ള വീടാത്. കാനഡൻ്റെ ഫ്ലാഗ് ഉണ്ടോ? കാനഡ ഫ്ലാഗ് അവിടെ കണ്ടുണ്ട്, ഓർമ്മ എവിടെ അങ്ങോട്ട് പോകേണ്ടി വരുമോ? അങ്ങനെ കാനഡൻ്റെ ഫ്ലാഗ് ഉണ്ടോ? ഇന്ന് ജൂലൈ 1 കാനഡ ഡേ ആണ് കേട്ടോ. ഈ കാനഡ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ സ്വതന്ത്രമായ ദിവസമാണ് ജൂലൈ 1. അപ്പോൾ ഇന്ന് അവർ എല്ലാ കൊല്ലം ജൂലൈ 1 കാനഡ ഡേ ആയിട്ട് പ്രഖ്യാപിക്കും. നമ്മുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 5 പോലെ. അപ്പോൾ കുറേ ആൾക്കാർ തെരുവിലിറങ്ങിയിട്ട് പിന്നെ കൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ പല ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പം അറിയില്ല, ഇത് കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് കാനഡൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുപ്പമാണ് സ്ഥലം. ഇഷ്ടം പോലെ സ്ഥലമാണ്. ജനസംഖ്യ കുറവാണ്. അപ്പോൾ അതാണ് കാനഡ ഗവൺമെൻറ് ആൾക്കാരെ ഇങ്ങോട്ട് പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്, കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം ജനങ്ങൾ കുറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ GDP റേറ്റിനൊക്കെ ബാധിക്കും. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല, പുതിയ നിയമം കുറച്ച് പ്രശ്നങ്ങളാകാൻ തോന്നുന്നുണ്ട്. കാരണം കുറേ സ്റ്റുഡൻസൊക്കെ വന്നുകൊണ്ട് ഗവൺമെൻറ് കുറച്ചൊരു സ്ട്രിക്റ്റാണ് ഇപ്പോൾ രണ്ടാമത് ഓപ്പണാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് കാനഡ ട്രിപ്പ്. എന്തായാലും വളരെ വ്യത്യാസമുണ്ട് യൂറോപ്പും കാനഡയായിട്ട് കേട്ടോ. എല്ലാം ഭയങ്കര വലുപ്പമാണ്. പിന്നെ യൂറോപ്പ് എല്ലാം ചെറുതാണ്, അതാണ് വ്യത്യാസം.